താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. BJP തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മാത്രമാണ് ദേശീയ പുരസ്കാരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെന്ന് RJD നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ റോസ്ലി പഞ്ഞിക്കാരൻ. കോൺഗ്രസ് വാഴ്ചയുടെ കാലത്ത് ദേശീയ പുരസ്കാരത്തിന് ജന്മാവകാശമുണ്ടായിരുന്നത് നെഹ്റു കുടുംബത്തിന് മാത്രമായിരുന്നു എന്ന് അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസിന്റെ കാലത്ത് അവരുടെ നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അവാർഡുകൾ അധികവും. അപ്പൊ അർഹതപ്പെട്ടവർ തഴഞ്ഞിരുന്നു. ബാക്കി സർക്കാരുകൾ വരുമ്പോൾ അതിന് മാറ്റം വരുമെന്ന് വിചാരിച്ചു. BJP സർക്കാർ വന്നപ്പോൾ അതിന് മാറ്റം വന്നു. തീർച്ചയായിട്ടും മാറ്റം വന്നു. ഏത് മാറ്റം വന്നത്? വോട്ട് മറയ്ക്കാൻ വേണ്ടി ഭാരതരത്നം പോലുള്ള അവാർഡുകൾ കൊടുക്കാം. ലോക ചരിത്രത്തിലില്ല. അവരുടെ നാഷണൽ അവാർഡ് വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കൊടുക്കാനുള്ളത് ലോക ചരിത്രത്തിലില്ല. അങ്ങനെ നോക്കുമ്പോൾ ഭാരതരത്ന അവാർഡ് കിട്ടാൻ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും യോഗ്യതയുള്ള മനുഷ്യൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും നമ്പൂതിരിപ്പാടാണ്. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളത് വിറ്റ് ദാനം ചെയ്യാൻ. അത് നമ്പൂതിരിപ്പാട് ഒരാൾ മാത്രമേ ഉള്ളത് വിറ്റ് ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ദാനം ചെയ്ത വ്യക്തി നിരീശ്വരവാദിയായ നമ്പൂതിരിപ്പാട്. അത് പറഞ്ഞത് യേശുക്രിസ്തു. ഇനി അങ്ങനെ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അയ്യങ്കാളിന് എങ്ങനെ നമുക്ക് വിദ്യാലയം പറ്റും? വോട്ട് മറിയുന്നുണ്ടെങ്കിൽ ചാവറേച്ചന് അവാർഡ് കൊടുത്തേനില്ലേ? വോട്ട് മറിയുന്നുണ്ടെങ്കിൽ മറിയം ത്രേസ്യക്ക് വോട്ട് അവാർഡ് കൊടുത്തേനില്ലേ? വോട്ട് മറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കെടുന്നൂരുള്ള പാറക്കാട്ടിക്കാവിനും അവർ അവാർഡ് കൊടുത്തേനില്ലേ? കേരളത്തിലുള്ളവരുടെ വോട്ട് മറയ്ക്കാൻ പറ്റില്ല. അത് ഇവർക്കൊക്കെ അവാർഡ് കിട്ടാത്തത് നമുക്കൊരു അഭിമാനമാണ്. അത് അവാർഡ് കിട്ടിയാൽ നമ്മൾ മറയില്ലാത്തത് കേരളത്തിന് ബോധ്യപ്പെട്ടു.